മതത്തിന്റെയും ജാതിയുടെയും പേരിൽ ഭിന്നിപ്പിക്കാനുള്ള ശ്രമമാണ് രാജ്യത്ത് നടക്കുന്നതെന്ന് സ്പീക്കർ എൻ ഷംസീർ. ജാതിമത ചിന്തകൾക്ക് അതീതമായ പ്രവർത്തനമാണ് വേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. കുഞ്ഞിമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റ് സഹപാഠിക്ക് നിർമ്മിച്ചു നൽകിയ സ്നേഹഭവനത്തിന്റെ താക്കോൽദാനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു സ്പീക്കർ. ജാതിമത ചിന്തകൾക്ക് അതീതമായുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ നാടിന് ആവശ്യം. കേരളത്തിലെ കലാലയങ്ങളിൽ NSS, NCC, SPC യൂണിറ്റുകളുടെ ഇടപെടൽ മികച്ചതാണ്. വിദ്യാർത്ഥികളിൽ സാഹോദര്യ ഐക്യം വളർത്താൻ ഇത് ഏറെ സഹായകരമാണ്. ഇവർ നടത്തുന്ന പ്രവർത്തനങ്ങൾ ഏറെ പ്രശംസനീയമാണെന്നും സ്പീക്കർ പറഞ്ഞു. മതമേതെങ്കിലും ആവട്ടെ, മനസ്സ് നന്നാവട്ടെ എന്നാണ്. ഇത് വളരെ പ്രസക്തമായ വരികളാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ജാതിക്കും മതത്തിനും വർഗത്തിനും വർണ്ണത്തിനും അതീതമായി എല്ലാവരെയും സഹായിക്കണം എന്ന മനസ്സാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. നമ്മുടെ രാജ്യത്ത് തന്നെ മതത്തിൻ്റെയും ജാതിയുടെയും പേരിൽ ഭിന്നിപ്പിക്കാൻ ശ്രമം നടക്കുന്ന കാലത്താണ് NSSന്റെ ഗീതം വളരെ പ്രസക്തമാകുന്നത്. NSSന്റെ വോളണ്ടിയർമാർ ഇവിടെ രാവിലെ എത്തി ഒരു ഡിസിപ്ലിനായി ഇരുന്ന് ഈ ചടങ്ങിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്യാമ്പസ് സ്കൂൾ സ്കൂളുകൾക്കകത്ത് വളരെ കൃത്യമായി നാം പ്രോത്സാഹിപ്പിക്കേണ്ടത് ഇത്തരം വോളണ്ടറി വർക്കിനെയാണ്. NSS ഒരു സംഘടനയാണ്. സ്കൂളിനകത്തും ക്യാമ്പസിനകത്തും NSS മാത്രമല്ല, NSS ഉണ്ട്, NCC ഉണ്ട്, SPC ഉണ്ട്. ഈ 3 യൂണിറ്റുകളും ഇത് കേരളത്തിൽ വളരെ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. കുളപ്പുറത്തെ അതിഥി തൊഴിലാളി കുടുംബത്തിലെ സെറിബ്രൽ പാൾസി രോഗബാധിതയായ സഹപാഠിക്കാണ് കുഞ്ഞിമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റ് വീട് നിർമ്മിച്ചത്. അതിഥി തൊഴിലാളിക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുന്ന ആദ്യത്തെ NSS യൂണിറ്റ് കൂടിയാണിത്. ഡിഷ് വാഷ് നിർമ്മിച്ച് വിപണനം നടത്തിയും ആക്രി സാധനങ്ങളും നോട്ട് പുസ്തകങ്ങളും വിൽപ്പന നടത്തിയും മറ്റുമാണ് സ്നേഹവീടിനായി വിദ്യാർത്ഥികൾ ധനസമാഹരണം നടത്തിയത്. സ്നേഹഭവനത്തിന്റെ താക്കോൽ സ്പീക്കർ എൻ ഷംസീർ കൈമാറി. ചടങ്ങിൽ M. വിജിൻ MLA അധ്യക്ഷത വഹിച്ചു. CP ഷിജു, ഡോക്ടർ RN അൻസാർ, TV ഉണ്ണികൃഷ്ണൻ, KM ശോഭ, TV കമല, M. അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.